കേരളത്തിലാകെ 6000 കിലോമീറ്റർ പെരിമീറ്ററുള്ള വനമുള്ള ഇതിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ആകെ 28 RRT മാത്രമേ ഉള്ളൂ. അന്നേരം RRT അടക്കം കൂട്ടിയാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീക്കാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് തരുന്നത് കൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും കടക്കുന്നില്ല. പിന്നെ ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചു, വനത്തിനകത്തോ പുറത്തോ വന്യമൃഗ ആക്രമണത്തിൽ ഒരു വ്യക്തി, ഒരു ഇന്ത്യൻ പൗരൻ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനാണ് എന്നുള്ളൊരു തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് കോമ്പൻസേഷൻ കൊടുക്കാൻ ഉതകുന്ന എല്ലാ കാര്യങ്ങളും തയ്യാറാക്കുന്ന, ലീഗൽ ഹെയർഷിപ്പ് അടക്കം ഡോക്യുമെന്റ്സ് തയ്യാറാക്കുന്ന എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് ആ നിലയിൽ അങ്ങനൊരു അപകടം ഒഴിവാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. എന്നിട്ടും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഒരു ഹെൽപ്പ് ഡെസ്ക് എന്നുള്ള നിലയിൽ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും എന്നുള്ള ഒരു തീരുമാനമാണ്. പിന്നെ ഇതിന്റെ UDF മാനിഫെസ്റ്റോയിൽ പറഞ്ഞ അനുസരിച്ചുള്ള മരണവും മറ്റു കാര്യങ്ങൾക്കുള്ള അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ഒരു സംസ്ഥാന തലത്തിൽ ഒരു കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഉണ്ടായിരിക്കും ഇനിയും. അത് ഈ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരുപക്ഷെ മുൻ ഉദ്യോഗസ്ഥർ, പ്രഗത്ഭരായിട്ടുള്ള മുൻ ഉദ്യോഗസ്ഥരും കർഷക പ്രതിനിധികളും എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു കൺസൾട്ടേറ്റീവ് കമ്മിറ്റി, ഒരു സഹകരണത്തോടുകൂടി ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാനുള്ള കമ്മിറ്റികളുണ്ടാകും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത നിലയിലേക്ക് 3 ദിവസം കൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് റീഹാബിലിറ്റേഷൻ, ഈ മൃഗങ്ങളെ പിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അറിയാത്ത അവസ്ഥയാണ്. പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ആനിമലിനെ അഥവാ എല്ലാ നിയമങ്ങളും അനുസരിച്ച് പിടിച്ചെന്ന് വെച്ചോ, നമുക്ക് വയനാട്ടിലാണ് ആരോഗ്യ കപ്പാസിറ്റി ഉണ്ടാകുന്നതുള്ള. Mount Zion Medical College Hospital, Adur, Pathanamthitta.